സ്റ്റാർട്ടിംഗ് തൊട്ടൊന്ന് പറയേണ്ടി വരും. ഞാൻ 2020 ഋഷഭ് സാറും അരവിന്ദ് കശ്യപുമായിട്ട് പരിചയപ്പെട്ട് ഹീറോ എന്നുള്ളൊരു മൂവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് അതിനുശേഷം ഇങ്ങോട്ട് വളരെയധികം മൂവികൾ, സാറിൻ്റെ പ്രൊഡക്ഷൻ മൂവികളും അല്ലാണ്ടെല്ലാം ഒരുമിച്ച് ജയിത്തയാത്ര തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഒരു കളർ പ്ലാന്റ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തത് തന്നെയും നമ്മുടെ കാന്താര ഈ ചാപ്റ്റർ 1 എന്നുള്ളൊരു മൂവി വെച്ചിട്ടാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ റെഫറൻസ് ആയിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ റെഫറൻസ് ഋഷഭ് സാറാണ്. ഫുൾ എനർജറ്റിക് ആണ്. പിന്നെ നമ്മുടെ അരവിന്ദ് കശ്യപ് എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും ഫുൾ എക്സ്പെരിമെൻസും എല്ലാം, ഓരോ മൂവി അതിൻ്റെ ഡിഫറൻസ് എക്സ്പെരിമെൻസും എല്ലാം ചെയ്യുന്ന മീൻസ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. കാന്താര ചാപ്റ്റർ 1 കാന്താര ഫസ്റ്റ് ഞാനാണ് ചെയ്തത്. കാന്താര ചാപ്റ്റർ 1 ഇപ്പം ഞാനും ശ്രീക്ക് വാര്യരുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ മൂവി കളർ കറക്ഷൻ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇനി. പിന്നെ വിഷ്വലി നിങ്ങളിപ്പോൾ ട്രെയിലർ കണ്ടല്ലോ, അതാണ് ട്രെയിലർ. സിനിമ ഇനി ബാക്കി വരാനിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you so much. അടുത്തതായി I would like to hand over the mic to Mr. Banglan. അദ്ദേഹമാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ. അതായത് ഈ കാന്താര എന്ന് പറയുന്ന ആ ഒരു മൂവിയുടെ ആ ഒരു ലോകത്തേക്ക് നമ്മൾക്കൊരു ആക്സസ് അല്ലെങ്കിൽ ഒരു ഡോറ് തുറന്നു തന്നത് അദ്ദേഹമാണ്. സോ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം ഹിം. നമസ്കാരം. മിസ്റ്റർ അരവിന്ദ് കശ്യപാണ് എന്നെ ഈ ഫിലിമിലേക്ക് ഫസ്റ്റ് ഇൻവൈറ്റ് ചെയ്തത്. ഞങ്ങൾ വിലായത്ത് പുത ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നാണ് ഫസ്റ്റായിട്ട് പരിചയപ്പെട്ട് അങ്ങനെയാണ് ഈ ഫിലിമിലേക്ക് ഫസ്റ്റായിട്ട് എത്തുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരു 3 വർഷം ഏകദേശം ആയി തോന്നണം. പിന്നെ ഡയറക്ടറെ മീറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ എൻ്റെ ലൈഫ് കംപ്ലീറ്റ് കുന്തപ്പുരായിരുന്നു. അങ്ങനെ മലയാളം മൂവിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ അവിടെ പോയിട്ട് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമുള്ള ഒരു ഹാർഡ് വർക്കാണ് ആ ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടത്. ടൈം, അങ്ങനെ ഒരു ടൈം ലിമിറ്റോ ഒന്നുമില്ലാത്തൊരവസ്ഥയുള്ള ഒരു ഹാർഡ് വർക്ക്, അതും സ്വന്തം വില്ലേജിൽ നിന്നിട്ട് ഇത്രയും വലിയൊരു ഫിലിം മേക്ക് ചെയ്തു. അത് നമ്മൾ ഇതേപോലെയുള്ള പല നാട്ടിൽ നിന്നും ആൾക്കാർ ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കണം. ഇന്നിപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ അത് അതിനേക്കാളും വലിയൊരു സൈസിൽ ഇന്ന് തിയേറ്ററിൽ എത്തുന്ന വേൾഡ് മൊത്തം ഒരു സെയിം ഡേ. അപ്പോൾ അത്ര തന്നെ, ബാക്കിയെല്ലാം ഫിലിം കണ്ടിട്ട് നോക്കാം. Thank you, sir. Thank you so much. Next up, I would like to hand over the mic to Arvind Kashyap, nammude DOP. I think we'll keep Rishabh sir for the last because we need to hear more from him. Sir is the one who brought the movie to us. അതായത് ഏതൊരു സിനിമയും എത്ര മനോഹരമായി എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെങ്കിൽ there should be a powerful man behind the lens, and he is the DOP of this. We started from Kantara 1, which we shot in the same place, and now we've just finished Kantara chapter 1. So the last 2 years has been extremely taxing and fun for all of us, where it's even scary to come out and see all the lights because we've only been in the forest from 2 years. It's been a very fruitful learning and interesting journey, and I hope all of you will like the output once you see it on screen on October 1st. Thank you all so much. Thank you, sir. Thank you, Arvind sir. And of course, Liston sir. Liston sirനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. വളരെയധികം മനോഹരമായിട്ടുള്ള മാഗ്നിഫിസന്റ് മൂവീസ് നമ്മളിലേക്ക് എത്തിച്ചത് സാറും. And I also told that he is here representing Frames as well as Prithviraj Productions. So, sir, can we have few words? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പൃഥ്വിരാജ് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വരെ വന്നു എന്നേ ഉള്ളൂ. കാരണം ഈ പടം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് കേരളത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. കാന്താര 1 പൃഥ്വിരാജ് തന്നെയാണ് ചെയ്തത്. ഞാനിപ്പോഴും ഓർക്കുന്നു, ആക്ച്വലി ഈ സിനിമ കാന്താര ഫസ്റ്റ് ഒരു 6 സ്ക്രീനിലാണ് അന്ന് തുടങ്ങിയത്. പിന്നെ അതൊരു 400 സ്ക്രീനിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ തിയേറ്റർ ബിസിനസ് നടത്തിയിട്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഷെയർ വന്നൊരു സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് കാന്താരയാണ് കാസർഗോഡിൽ. അത് ഇപ്പോഴും അതിനെ ഒരു സിനിമയും ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. പിന്നെ ഇത്രയും വലിയൊരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരും ഒരുപാട് മലയാളികളുണ്ട് എന്നുള്ളതാണ്. കാരണം ബംഗ്ലാനായിക്കോട്ടെ, എൻ്റെ ഏറ്റവും ചെറിയ സിനിമയായ ചാപ്പാക്കുരിശിൽ തുടങ്ങിയതാണ്. ആ ബംഗ്ലാനാണ് ഇന്ന് ഏറ്റവും വലിയ സിനിമയായിട്ടുള്ള കാന്താരയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അത് അതിയായ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറിങ് ചെയ്യുന്ന രമേശ് ആയിക്കോട്ടെ, നമ്മുടെ മിക്സിങ് ചെയ്യുന്ന രാധാകൃഷ്ണൻ ആയിക്കോട്ടെ, അപ്പോൾ ഒരുപാട് മലയാളീസ് ഇപ്പോൾ ഒരുപാട് പടങ്ങളിലെ വലിയ സിനിമകളിലെ പിറകിലുണ്ട്. അത് വേറെ ലാംഗ്വേജ് ആയിക്കോട്ടെ. അപ്പം ഇതെല്ലാം വളരെയധികം സന്തോഷമുള്ളതാണ്. അപ്പോൾ ഈ കാന്താര എന്ന് പറയുന്ന സിനിമ നമുക്കിപ്പോൾ എത്ര സ്ക്രീൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അൺലിമിറ്റഡ് ഓരോ ഈ ഐഡിയയുടെയൊക്കെ പ്ലാൻ പോലെ അല്ലെങ്കിൽ വോഡാഫോണിൻ്റെയൊക്കെ പ്ലാൻ പോലെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര സ്ക്രീൻ വേണമെങ്കിലും റിലീസ് ചെയ്യാനായിട്ട് പറ്റും.
അതൊരു എല്ലാവരും തിയേറ്ററുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടമായി കാന്താര മാറിയതിലും ഇവിടെ എത്തിച്ച പൃഥ്വിരാജിനും ഒരുപാട് നന്ദി പറയുകയാണ്. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് നമ്മൾക്ക് എല്ലാവർക്കും ആശംസിക്കാം ദറ്റ് ഈ ഒരു മൂവി സാറ് പറഞ്ഞ പോലെ 400 മേലെ തന്നെ പോട്ടെ എന്ന്. നൗ വി വുഡ് ലവ് ടു ഹിയർ ഇറ്റ് ഫ്രം ദ മാൻ ഹിംസെൽഫ്, ദ റൈറ്റർ, ഡയറക്ടർ, ഹാർട്ട്, സോൾ, എന്തും പറയാം, ഋഷഭ് ഷെട്ടി, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ.